എല്ലാ കൂട്ടുകാർക്കും നഹുൽ വാദി മൂന്നാം ഭാഗത്തിലെ 19ാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അദവാത്തുൽ ഇസ്തിഫ്ഹാമാണ്. അറബി ഭാഷയിൽ ചോദ്യം ചോദിക്കാനുള്ള ടൂളുകൾ. ചോദ്യം ചോദിക്കാനുള്ള ഒരു വാക്കാണ് ഹൽ. അതുപോലെ തന്നെ ഹംസ. ഹൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആണോ. ഹൽ ജാ വന്നോ. ഹൽ ഖാമ നിന്നോ. ഹൽ ത്വലഅത്തി ശംസു സൂര്യൻ ഉദിച്ചോ. ഈ ഹൽ തന്നെ വേണമെന്നില്ല, ആന്നും ചോദിക്കാം. അലിയുൻ അലിയാണോ. മുസാഫിറുൻ മുസാഫിറാണോ. അം ഹസൻ ഹസനാണോ യാത്രക്കാരൻ. എന്ന് പറഞ്ഞാൽ ആണോ, യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ഇതിനാണ് ഇസ്തിഫ്ഹാമിൻ്റെ അക്ഷരം ഹല്ലും ഹംസയും. ഇനി നമ്മൾ എന്തിനാണ് ഹല്ല് ഉപയോഗിക്കുന്നത്? ഒരു വാക്യത്തിനെ കുറിച്ച് അറിയാനാണ്. ഒരു വാക്യത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഹല്ല് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. യുസ്തഫ്ഹമു ബിൽ ഹംസത്തി. ഹംസ കൊണ്ട് നമ്മൾ വിവരം അന്വേഷിക്കും. വഹൽ ഹല്ല് കൊണ്ടും വിവരം അന്വേഷിക്കും. എന്തിൻ്റെ വിവരം നമ്മൾ അന്വേഷിക്കുക? അൻ മദ്മൂനിൽ ജുംല, ഒരു വാക്യത്തിൻ്റെ കണ്ടൻറ്റ്. ഇനി ഒരാൾ ഹൽ എന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിച്ചു, ഹൽ ദഹബ്ത, നീ പോയോ? അതിനെന്താ മറുപടി പറയേണ്ടത്? ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല, യെസ് ഓർ നോ എന്നേ പറയാൻ പറ്റുള്ളൂ. വയക്കൂനുൽ ജവാബു, ജവാബാകും ബിനഅം, യെസ്, ഔ ജൈർ, ഔ അജൽ, യെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ ഉരീദൽ ഇസ്ബാത്ത്, യെസ് എന്നുള്ള ആൻസർ കൊടുക്കാൻ നമുക്ക് അജൽ, നഅം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇനി വബില, ലാന്ന് പറയാം. ഇൻ ഉരീദുൻ നഫിയ, നെഗറ്റീവ്, ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാ എന്നും പറയാം. അപ്പോൾ ഹൽ എന്നുള്ളത് യുസ്തഫ്ഹമാണ്, അറിവ്, സീക്കിംഗ് നോളേജാണ്, അതിന് വേണ്ടിയിട്ടാണ്. ആണോ അല്ലേ. ഇനി യുസ്തഫ്ഹമു ബിൽ ഹംസത്തി, ഹംസ എവിടെ ഉപയോഗിക്കുക? യുസ്തഫ്ഹമു നമ്മൾ വിവരം അന്വേഷിക്കും ബിൽ ഹംസ, ഹംസ കൊണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ, അലിയുൻ അലിയാണോ. മുസാഫിർ അൻ വാഹിദിൻ മിൻ ഷൈഇനി, ഒന്നിലധികം ആളുകളാണെങ്കിലാണ് ആ ഉപയോഗിക്കുക. വയക്കൂനുൽ ജവാബു, അപ്പോൾ ജവാബ് എന്താ പറയുക? ബിത്തഈനി, ഒരാളെ കറക്റ്റ് പറയണം. അപ്പോൾ എല്ലായിടത്തും ഞാൻ എന്ന് പറയാൻ പറ്റില്ല. അലിയുൻ മുസാഫിർ, അലിയാണോ മുസാഫിർ. അം ഹസൻ, ഹസനാണോ. അപ്പോൾ ഒന്നുകിൽ ഹസൻ അല്ലെങ്കിൽ അലി എന്നുള്ള മറുപടി കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമ്മൾ ഇതൊന്നും കൂടി വ്യക്തമായി പഠിക്കുകയാണ്. ഇത് പരീക്ഷയ്ക്ക് എസ്സേ ചോദിക്കാറുണ്ട് കേട്ടോ, ഇസ്തിഫാമിൻ്റെ അക്ഷരങ്ങളെ. ലിൽ ഇസ്തിഫാമി, ഇനി ഇസ്തിഫാമിനുണ്ട് ഹല്ലും ആയും മാത്രമല്ല ഇസ്തിഫാമിൻ്റെ അക്ഷരം. ലിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിനുണ്ട് അദവാത്തുൻ നുഖറ, മറ്റും ഒരുപാട് അദവാത്തുകളുണ്ട്. ഗൈറുൽ ഹംസത്തി വൽ ഹൽ, ഹംസി അല്ലു അല്ലാത്ത കുറേ വാക്കുകളുണ്ട്. ഉദാഹരണം മൻ, ആരാണ്. മൻ എന്നുള്ളത് നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാരെ പറ്റിയ മൻ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. മൻ, മൻ യുജീബു, ആരാണ് മറുപടി പറയുക. മാ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തത്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ, കാലത്തിൻ്റെ മേലെ അറിയിക്കുക, സമയം. മത്ത ജീത്ത, എപ്പോഴാണ് വന്ന് നോക്കുകയല്ലേ. അയിന അൽ മക്കാൻ, അതിനെന്തിനാണ്? സ്ഥലം അന്വേഷിക്കാനാണ്. കൈഫ, ഒരാളെ ഹവാറി ഒന്ന് നോക്കാനാണ് കൈഫ ഉപയോഗിക്കുക. കം എന്ന് പറഞ്ഞാൽ എത്ര, എണ്ണം, അതത് ഉപയോഗിക്കാനാണ്. അയ്യ് എന്ന് പറഞ്ഞാൽ ഏതിനും അയ്യ് എന്നുള്ള ചോദ്യം ചോദിക്കട്ടോ. അയ്യ്, അയ്യ് വക്തിന്, ഏത് സമയം. അയ്യ് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റിയൊരു വാക്കാണ്. ഇനി ഇതാക്കാൻ അദാത്തുൽ ഇസ്തിഫാമി ഫിൽ ജുംലത്തിൽ വാഹിദത്തൻ മിൻ അദവാത്തി സബിൽ മദ്കൂറത്തി ഹുനാ ഖാനൽ ജവാബി തഈനിൽ മസ്ഊലി അൻഹു. ഇപ്പോൾ പറഞ്ഞ ഈ അദാത്തുൽ ഇസ്തിഫാം വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആ കറക്റ്റ് ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കണം. മത്താ ജീത്തോ, എപ്പോഴാണ് നീ വന്നത്? അപ്പോൾ സ്വബാഹൻ, അങ്ങനെ കറക്റ്റ് ആൻസർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിൽ അദാത്തുൽ ഇസ്തിഫാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കണേ. ഇനി ചില സമയത്ത് ഇസ്തിഫാമിൻ്റെ അക്ഷരവും നഫിയും ഒരുമിച്ച് വരും. ഉദാഹരണമായിട്ട് അലം, അല്ലേ, അലാ, അല്ലയോ, അലൈസ, അല്ലേ. അപ്പോൾ ഇവിടെ ഇസ്തിഫാമുണ്ട്, നഫിയുണ്ട്.
അതാണ് അൽ ജുംലത്തുൽ ഇസ്തിഫാമിയ, ഇസ്തിഫാമിയായ ജുംല തന്നെ അൽ മൻഫിയ, അല്ലേ എന്നുള്ള അർത്ഥത്തിലുള്ള നെഫിയുള്ള ഇസ്തിഫാമായ ജുംല യൽ മുസദ്ദറത്തു ബി അദാത്ത് ഇസ്തിഫാമിൻ, ഒരു അദാത്തുൽ ഇസ്തിഫാം ഉണ്ടാകും, വ ബി അദാത്തിൻ നെഫി മുബാഷറത്തൻ. അപ്പോൾ ഒരു അദാത്തുൽ ഇസ്തിഫാമും ഒരു നെഫിയും. ഉദാഹരണപ്പെടാൻ കണ്ടില്ലേ, ആ എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ അക്ഷരമാണ്, ലൈസ എന്നുള്ളത് നെഫിൻ്റെ അക്ഷരമാണ്. ഇനി ജവാബുൽ ജുമലിൽ ഇസ്തിഫാമിയ, അല്ലേ എന്ന് ഒരു ചോദ്യം അറബിയിൽ വന്നാൽ നമ്മളെന്താ ഉത്തരം പറയേണ്ട അറിയോ? ബല എന്ന് ഉത്തരം പറയണം. അതാണ് ജവാബുൽ ജുമലിൽ ഇസ്തിഫാമിയ, ഇസ്തിഫാമിയായ ജുംലയുടെ അർത്ഥം അൽ മൻഫിയ, മൻഫിയായ. ഒരാൾ നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ യക്കൂനു ബിലഫ്ദി ബല, അതെ ഞാൻ പോകുന്നുണ്ട് എന്നാണ്. ഫി ഹാലിൽ ഇസ്ബാത്തി, യെസ് എന്നുള്ള ഉത്തരം പറയേണ്ട കൊടുത്ത്. വബിലഫ്ദി നഅം എന്ന് പറയണം ഫി ഹാലിൻ നഫി. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, അലം തറ ഹക്കീക്കത്തന, എടാ അജ്ജ് ഞങ്ങളെ പൂന്തോട്ടം കണ്ടിട്ടില്ലേ? ഇല്ലേ എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ എന്ത് ചെയ്യണം? ബല എന്നറിയണം. ഇനി ഇല്ല എന്ന് പറയാനോ നഅം എന്നാണ് ഹാലുൻ നഫീൽ പറയേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഇസ്തിഫാം പൊതുവെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇസ്തിഫാമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് പഠിക്കണം. ഓരോന്ന് ഉദാഹരണമൊക്കെ പഠിക്കണത് നല്ലത്. അപ്പം മത്ത വെച്ചിട്ട് കുറച്ച് ഉദാഹരണം നമുക്ക് പഠിക്കാം. മത്ത ഏത്തിഷിത്താവു, ശൈത്യകാലം എപ്പോഴാണ് വരിക? അയിന തുസാഫിർ, എവിടെയാണ് നീ യാത്ര പോകുന്നത്? ഉസാഫിറുമാക്ക, ഞാൻ അങ്ങോട്ടും വരും. കം യൗമൻ ഫിസന, ഒരു വർഷം എത്ര ദിവസമുണ്ട്? അപ്പോൾ കം വെച്ചിട്ടായല്ലോ. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ പഠിക്കണം. അപ്പോൾ പിന്നെ അതുപോലെ മനിത്വബീബു, ആരാണ് ഡോക്ടർ? അല്ലതി അതൊക്കെ അന്നെ വിസിറ്റ് ചെയ്ത ഡോക്ടർ ഏതാ? മാ, എന്താണ് ജാ കബിക്കൽ യോം, നീ എന്തുകൊണ്ടെന്ന് വന്നത്? മാ ജാ ബിക്കൽ യോം. മത്താ യുസാഫിറു വാലിദുക്ക, എൻ്റെ അപ്പം എപ്പോഴാണ് യാത്ര പോവുക? ഇങ്ങനെയൊക്കെ. അപ്പോൾ അയ്യു നോക്കുക, അയ്യൊക്കെ ഉദാഹരണം നോക്കല്ലോ. അയ്യു ത്വരീഖിൻ, ഏത് വഴിയാണോ തസ്ലുക്കു നീ പോകുന്നത്, അസുലുക്കു ഞാനും ആ വഴിക്ക് തന്നെ വരാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കാം. പഠിക്കാന്മാർ പിന്നെ ബലാന്ന് ഒരാൾ ഉത്തരം എപ്പോഴാണ് പറയുക? ഇപ്പോൾ അലം തദ്ഹബ്, നീ പോയിട്ടില്ലേ? ഇപ്പോൾ പോയി എന്നെങ്ങനെ പറയാം? ബല. അങ്ങനെ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ യെസ് എന്നുള്ള അർത്ഥം കിട്ടാൻ ബല എന്നുള്ളത് ഉപയോഗിക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും എസ്സേക്ക് ഇസ്തിഫാമിൻ്റെ അക്ഷരങ്ങൾ, അപ്പോൾ ഹൽ, ഹംസിം ഹല്ലും, അതുപോലെ മൻ, മാ, മത്ത, ഐന, കൈഫ. ഇപ്പോൾ ഒരാളോട് കൈഫ അൻത, എന്തൊക്കെ വർത്താനം? കമ്മ്, അയ്യു. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് പഠിച്ചു വെക്കണം. മൻ എന്നുള്ളത് ഉക്കല ആണ്, മാ എന്നുള്ളത് ബുദ്ധിയില്ലാത്ത ഗൈറുൽ ഉക്കല ആണ്, മത്ത എന്നുള്ള ചോദ്യം സമാനിനാണ്, ഐന എന്നുള്ള ചോദ്യം മക്കാനിനാണ്, കൈഫ എന്നുള്ള ചോദ്യം എന്താണ് ഒരാൾ അവസ്ഥ എന്നറിയാനാണ്, കം എന്ന് പറഞ്ഞ ചോദ്യം അതതിന് വേണ്ടിയിട്ടാണ്, ഐ എന്നുള്ളത് എല്ലാത്തിനും ചോദിക്കും.